അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയോടുള്ള നീരസം ഇത്രമാത്രം കൂടാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അതായത് ട്രംപ് പറയുന്നത് ഇന്ത്യൻ വിപണിയിലേക്ക് അവരുടെ പ്രോഡക്റ്റുകൾക്ക് പൂർണ്ണമായും നമ്മളൊരു ആക്സസ് കൊടുക്കാത്തതാണ് കാരണം എന്നാണ് നമ്മളിൽ പലരും ചിന്തിക്കുന്നത് അല്ലേ? പക്ഷെ അതല്ല ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് റഷ്യയുടെ കയ്യിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങുന്നതാണ്. ഏറ്റവും വലിയ പ്രശ്നം അതാണെന്നാണ് ഈ മാർക്കോ റൂബി, അതായത് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി പറയുന്നത്. അതായത് യുഎസിന്റെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് പറഞ്ഞിരിക്കുന്നത്. അത് ട്രംപിനെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നത്. ഇത്രയും കാലം യുദ്ധം ചെയ്തിട്ടും റഷ്യ പരാജയപ്പെടുത്താൻ കഴിയാത്തത് ഇത്തരത്തിൽ ഇന്ത്യ എണ്ണ വാങ്ങുന്നത് കൊണ്ട്, അവരെ സഹായിക്കുന്നത് കൊണ്ടാണ്. ഈ പൈസ ഉപയോഗിച്ചുകൊണ്ടാണ് റഷ്യ യുദ്ധം ചെയ്യുന്നത്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാതെ തുടരുകയാണ്. ഇതിൽ നിന്ന് അമേരിക്കയ്ക്ക് തലയുരാനും പറ്റിയതില്ല. മാത്രമല്ല, ഈ യുദ്ധം അവസാനിപ്പിച്ചാലേ ട്രംപിന് നൊബേൽ സമ്മാനവും കിട്ടും. അപ്പോൾ ഇന്ത്യയുടെ സഹായം റഷ്യക്ക് കുറയ്ക്കണം. അങ്ങനെ ആകുമ്പോൾ ആയുധങ്ങൾ വാങ്ങാനുള്ള പണം റഷ്യക്ക് കിട്ടില്ല. ഈ ഉപരോധം ട്രംപ് ഏർപ്പെടുത്തുമല്ലോ. അങ്ങനെ റഷ്യ യുക്രൈനും തമ്മിലുള്ള യുദ്ധം താൻ അവസാനിപ്പിച്ചു എന്ന് കരുതി പറഞ്ഞുകൊണ്ട് പിന്നെ ഈ അയൽവക്കത്തൊക്കെ പോയി ബീം പഠിക്കുന്ന ആളുകളെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ല. അത്തരത്തിലുള്ള ഒരാളാണ് ഈ ട്രംപ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു നൊബേൽ സമ്മാനം, സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം കൈക്കലാക്കണം. അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ ആണ് ഇപ്പോൾ ട്രംപ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ട്രംപ് അറിഞ്ഞോ അറിയാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ ഏഷ്യയിലെ ഏറ്റവും വലിയ ഒരു ശക്തി ഉദയം ചെയ്യുന്നതിന് കാരണമായിട്ടുണ്ട്. ഒരു ശക്തി എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഗ്രൂപ്പ് രൂപപ്പെടുത്തുന്നതിന് കാരണമായിട്ടുണ്ട്. അതായത് മാർക്കോ റൂബി പറഞ്ഞതനുസരിച്ച് നമ്മൾ റഷ്യയുടെ അടുത്ത് നിന്ന് എണ്ണ വാങ്ങുന്നതാണ് ട്രംപിന് ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെയാണ് ഇങ്ങനെയാണ്, അത് വാങ്ങിയാൽ റഷ്യക്ക് പണം കിട്ടും, അതുവഴി റഷ്യ ആയുധങ്ങൾ വാങ്ങും. ഒക്കെ ശരി, നമ്മൾ സമ്മതിക്കുന്നുണ്ട്. അത് റഷ്യയുടെ അടുത്ത് നിന്ന് നമ്മൾ എണ്ണ വാങ്ങാതിരിക്കാം. പകരം ആരുടെ അടുത്ത് നിന്ന് എണ്ണ വാങ്ങണം? റഷ്യ തരുന്നത് പോലെ വില കുറച്ച് അമേരിക്ക നമുക്ക് എണ്ണ തരുമോ? വില കുറച്ച് നമുക്ക് അതിവിടെ കൊണ്ടുവന്ന് വിൽക്കാൻ പറ്റുമോ? അതാ പ്രശ്നം. 2, മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ ഇത്തരം സാഹചര്യങ്ങളിൽ അവർക്ക് തോന്നുന്ന വില കയറ്റും. കാരണം ലോകത്ത് ഏറ്റവും അധികം എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളൊന്നാണ് ഇന്ത്യ. നമുക്ക് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യയുടെ കാര്യത്തിൽ മുൻകാലങ്ങളിൽ പലപ്പോഴും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടായപ്പോൾ ഉൾപ്പെടെ പല രാജ്യങ്ങളും ഇന്ത്യക്ക് എണ്ണ തരുന്നത് നിർത്തിവെച്ചു. കാരണം ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി നമുക്ക് ഏത് സാഹചര്യത്തിലും വിശ്വസിക്കാൻ കഴിയുന്ന ഒരു പാർട്ട്ണറാണ് റഷ്യ. നാളെ ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധമുണ്ടായാൽ പോലും ഇന്ത്യക്കുള്ള എണ്ണ സപ്ലൈ റഷ്യ നിർത്തില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. അത്രയും നമുക്ക് എന്തായാലും ഇതുവരെയുള്ള റഷ്യയുമായിട്ടുള്ള ഇടപെടലിൽ നമുക്ക് റഷ്യയെ വിശ്വസിക്കാതിരിക്കാനുള്ള ഒരു കാരണങ്ങളും ഇല്ല എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല മറ്റു രാജ്യങ്ങൾ എന്ന് പറയുന്നത്. അവിടെ നമുക്ക് എണ്ണ കിട്ടാനുള്ള ചില സോഴ്സുകൾ, വളരെ കുറച്ച് വിലയ്ക്ക് എണ്ണ കിട്ടാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. ഒന്ന് ഇറാന്റെ അടുത്ത് നിന്ന് എണ്ണ വാങ്ങാൻ പറ്റില്ല. ഇറാന് മേൽ അമേരിക്ക ഉപരോധം ചുമത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇറാന്റെ അടുത്ത് നിന്ന് എണ്ണ വാങ്ങാൻ പറ്റില്ല. ഇന്ത്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യമാണ്, നമുക്ക് എളുപ്പത്തിൽ എണ്ണ വാങ്ങിച്ച് കൊണ്ടുവരാൻ പറ്റുന്ന രാജ്യമാണ്. ചിലവ് വളരെ കുറവാണ്, പക്ഷെ വാങ്ങാൻ പറ്റില്ല ഉപരോധം കാരണം. വെനിസ്വേല ലോകത്ത് ഏറ്റവും എണ്ണ നിക്ഷേപമുള്ള, ഇറാൻ നമുക്ക് വാങ്ങാൻ പറ്റില്ല. ഇനി മറ്റൊരു രാജ്യം വെനിസ്വേല എന്താണ്? ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപമുള്ള രാജ്യമാണ്. അവരുടെ മേഖല ഉപരോധം ഏർപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ മേലെ ഉപരോധം ഏർപ്പെടുത്തി വെച്ചിരിക്കുമ്പോൾ നമുക്ക് അവരിൽ നിന്ന് എണ്ണ വാങ്ങാൻ പറ്റുമോ? അപ്പോൾ പിന്നെ നമ്മൾ അമേരിക്ക പറയുന്ന സ്ഥലത്ത് നിന്ന് എണ്ണ വാങ്ങണം എന്ന് വെച്ചാൽ നടക്കില്ല മോനെ, നടക്കില്ല. അവർ പറയുന്ന വിലയ്ക്ക് വാങ്ങാൻ നമ്മളെ കിട്ടില്ല. നമുക്ക് കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രൈസിന് റഷ്യ ഓഫർ ചെയ്യുന്നുണ്ട്. നമ്മളത് വാങ്ങിയാൽ പോരെ? നമ്മുടെ രാജ്യം വളരെ വലുതാണ്, ആവശ്യങ്ങൾ അത്രത്തോളം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അമേരിക്ക പറയുന്നതിനെ പിന്നെ രീതിക്കനുസരിച്ച് ഇന്ത്യയെ കുറ്റപ്പെടുത്താൻ ഒരവകാശം ആർക്കും ഇല്ല എന്നുള്ളതാണ്. അമേരിക്കയാണെങ്കിൽ ലോകത്തുള്ള രാജ്യങ്ങളുടെ എല്ലായിടത്തും ഉപരോധം ഏർപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് ആരുടെ അടുത്ത് നിന്ന് എണ്ണ വാങ്ങാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കി വെച്ചിട്ട് അവർ പറയുന്ന അടുത്ത് നിന്ന് നമ്മൾ എണ്ണ വാങ്ങും എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ ട്രംപേ? അല്ല. അമേരിക്കയുടെ ഉപരോധം വകവയ്ക്കാതെ കുറച്ച് ഇന്ത്യൻ കമ്പനികൾ ഇറാന്റെ അടുത്ത് നിന്ന് എണ്ണ വാങ്ങി, അല്ലെങ്കിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളൊക്കെ അങ്ങോട്ട് വാങ്ങി. 6 ഇന്ത്യൻ കമ്പനികളാണ് ഇത്തരത്തിൽ ഇറാന്റെ അടുത്ത് നിന്ന് എണ്ണ വാങ്ങിയത്, പെട്രോളിയം വാങ്ങിയത്. ഈ 6 കമ്പനികളെ ഇപ്പോൾ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഈ കമ്പനികളുടെ മേൽ അവർക്കൊരു ചുക്കുമില്ല. കാരണം അവരെ ബാധിക്കുന്ന കാര്യമില്ല. അമേരിക്കൻ ഉപരോധം അവർ ചുമത്തിക്കൊണ്ടിരിക്കുകയുള്ളൂ. അവരെ എണ്ണ വാങ്ങുന്നത് തുടരാൻ തന്നെയാണ് സാധ്യത. പക്ഷേ ട്രംപിന്റെ നടപടികൾ ഒരു പുതിയ സഖം ഉണ്ടാക്കാനുള്ള സാധ്യതയിലേക്ക് എത്തിച്ചു. നമ്മളത് കണ്ടതാണ്. അതായത് ഉറങ്ങിക്കിടന്നിരുന്ന ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയ ശക്തി അമേരിക്കൻ പ്രസിഡന്റ് ഒരു കാര്യം തട്ടി വിളിച്ച് ഉണർത്തി ഇതേ അങ്ങോട്ട് നോക്കിയേ എന്ന് പറയുന്ന അവസ്ഥയിൽ ഇപ്പൊ എത്തി നിൽക്കുകയാണ്.
ഇന്ത്യൻ കമ്പനികളുടെ മേൽ ഇപ്പോൾ ഒരു ഉപരോധം ഏർപ്പെടുത്തിയ കൂടി പശ്ചാത്തലത്തിൽ ഇറാൻ ശക്തമായിട്ട് ഇതിനെതിരെ പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. അമേരിക്ക എക്കണോമിയെ ആയുധവൽക്കരിക്കുകയാണ്, എക്കണോമിയെ ആയുധമായിട്ട് ഉപയോഗിക്കുകയാണ്. ഇതിലൂടെ ഇറാനെയും ഇന്ത്യയും പോലുള്ള രാജ്യങ്ങളുടെ വളർച്ചയെ തടയാനാണ് അമേരിക്ക ശ്രമിക്കുക എന്നാണ് ഇപ്പോൾ ഇറാൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ മേലടക്കം താരിഫ് ചുമത്തിയും ഇറാന് മേൽ ഉപരോധങ്ങൾ ചുമത്തിയും ഒക്കെ കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇറാൻ ഇന്ത്യക്ക് പിന്തുണയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അമേരിക്കയെ തുറന്ന് എതിർക്കുന്ന ഏക ഇസ്ലാമിക രാഷ്ട്രമാണ് ഇറാൻ. ഇതേ സമയത്ത് ഗൾഫ് രാജ്യങ്ങൾ ഇന്ത്യയെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി UAE പ്രസിഡന്റുമായിട്ട് സംസാരിച്ചു. ഈ വാർത്തകൾ സ്ഥിരീകരിക്കുന്നില്ല, പക്ഷേ അത്തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ഗൾഫ് രാജ്യങ്ങളും ഇന്ത്യയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ തുടരുകയാണ്. എന്നാൽ തുറന്നു തന്നെ ഇന്ത്യക്ക് പിന്തുണയുമായിട്ട് ഇറാൻ വന്നിരിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇറാൻ ഇസ്രായേൽ യുദ്ധം നടന്ന സമയത്ത് പാകിസ്ഥാൻ കൂടെ നിന്ന ഇറാനെ ചതിച്ചപ്പോൾ നിഷ്പക്ഷമായിട്ട് നിന്ന് യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിച്ച രാജ്യമാണ് ഇന്ത്യ. ഇറാനും നമ്മുടെ സുഹൃത്താണ്, ഇസ്രായേലും നമ്മുടെ സുഹൃത്താണ്. അവിടെ ഇന്ത്യ നിഷ്പക്ഷമായിട്ട് നിന്നു. എന്നാൽ തങ്ങളൊപ്പമുണ്ട് എന്ന് തോന്നിപ്പിച്ചുകൊണ്ട് കൂടെ നിന്നിട്ട് നൈസായിട്ട് പണി കൊടുത്ത് ഇറാനിട്ട് പണിഞ്ഞ രാജ്യമാണ് പാകിസ്ഥാൻ. അന്ന് തൊട്ട് തന്നെ ഇറാന് പാകിസ്ഥാനോട് കടുത്ത വിയോജിപ്പ് എതിർപ്പുമുണ്ട്. ഇന്ത്യയുമായിട്ടുള്ള ബന്ധം അവർ കൂടുതൽ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഇറാൻ തുറന്നു തന്നെ ഇന്ത്യക്ക് ഒരു പിന്തുണയുമായി രംഗത്ത് വരികയും അമേരിക്കയ്ക്കെതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുകയും ചെയ്തിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയും റഷ്യയും അവരുടെ സൈഡായ എക്കണോമിയെ കൊണ്ട് ഒന്നിച്ച് താഴോട്ട് പോട്ടെ, എവിടെയെങ്കിലും പോയി തൊലയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടത് വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. അതായത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം ഓൾറെഡി സ്ട്രോങ് ആണ്. ഇത്തരത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന സ്റ്റേറ്റ്മെന്റുകൾ തന്നെ നൽകിക്കൊണ്ട് അമേരിക്ക ഇന്ത്യ റഷ്യ ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കുകയാണ്. റഷ്യയ്ക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ അവരുടെ കൂടെ നിൽക്കുന്ന ഇന്ത്യ തീർച്ചയായിട്ടും റഷ്യ കൂടുതൽ ചേർത്ത് പിടിക്കുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഇന്ത്യയുടെ സ്വയം പര്യാപ്തത എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് കുതിക്കണമെങ്കിൽ തീർച്ചയായിട്ടും റഷ്യയുടെ സപ്പോർട്ട് കൂടിയേ വേണം. ഇത് മോദിക്കറിയാം. നമുക്കറിയാവുന്ന പോലെ ചൈന എന്നൊരു സ്വയം പര്യാപ്ത രാജ്യമായി മാറിയാൽ റഷ്യയും അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനും കൊടുത്ത പിന്തുണ വളരെ വലുതായിരുന്നു. അമേരിക്കയുടെ സഹായം കൊണ്ട് ഒരിക്കലും നമുക്കൊരു സ്വയം പര്യാപ്തത നേടാൻ കഴിയില്ല. കാരണം അമേരിക്ക ഒരിക്കലും പൂർണ്ണമായും ടെക്നോളജി ഒന്നും ട്രാൻസ്ഫർ ചെയ്യാൻ തയ്യാറാവില്ല. പ്രതിരോധ രംഗത്തും നമുക്ക് സ്വയം പര്യാപ്തത എത്രയും പെട്ടെന്ന് കൈവരിക്കേണ്ടതുണ്ട്. അതിന് നമുക്ക് സാങ്കേതിക വിദ്യ കൈമാറ്റം പോലെയുള്ള കാര്യങ്ങൾ അത്യാവശ്യമാണ്. ട്രസ്റ്റ് ആവശ്യമാണ്. ആ ട്രസ്റ്റ് നമുക്കുള്ള ഒരു രാജ്യമാണ് റഷ്യ. മറ്റു രാജ്യത്തിനും ഇല്ലാത്ത ഒരു സവിശേഷ ബന്ധം നമുക്ക് റഷ്യയുമായിട്ടുണ്ട്. ഇന്ത്യ പോലെ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട പ്രയോറിറ്റി എന്ന് പറയുന്നത് രാജ്യത്തിന്റെ സുരക്ഷയാണ്. പ്രതിരോധം വളരെ പ്രാധാന്യമാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ സാമ്പത്തികം പോലും വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ റഷ്യയുമായിട്ടുള്ള ബന്ധം എന്തിൻ്റെ പേരിലാണെങ്കിലും നഷ്ടപ്പെടുത്താൻ കഴിയുകയില്ല. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഇത്തരം പ്രസ്താവനകൾ പ്രവൃത്തികൾ അമേരിക്കയ്ക്ക് വിരുദ്ധമായ ഒരു ചേരി രൂപപ്പെടുന്നതിലേക്ക് പതിയെ നയിക്കുകയാണ്. നമ്മളും ചൈനയും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ, അതിർത്തി പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ അമേരിക്കയ്ക്കെതിരായിട്ട് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തു വരുന്നു എന്നുള്ളൊരു കാഴ്ച കൂടി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് റഷ്യയും ചൈനയും ഇന്ത്യയും ഒപ്പം ഇറാനും വരുന്നു എന്ന് പറയുമ്പോൾ ട്രംപിന് ഇനി ഇതിൽ കൂടുതൽ എന്ത് പണിയാണ് കിട്ടാനുള്ളത്?